ഓക്കെ എന്നാ ഗായ്സ്, അപ്പം നമ്മൾ സ്വിച്ച് ഞെക്കിയാൽ തെറിക്കണ ഒരു കുടയൊക്കെ മേടിച്ചിട്ടുണ്ട്. 10 വർഷം തടവും 1 ലക്ഷം രൂപ ഫൈനും ഉണ്ട്. ഇല്ല മോനെ, വയനാട് നീ പോകണ്ട, അവിടെ ഭയങ്കര പ്രശ്നമാണ്. എവിടേക്കിലൊക്കെ എത്തുമായിരിക്കും. ഭൂമി ഉരുണ്ടല്ലേ. ഇടിച്ച് അങ്ങോട്ടേക്കും മറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് ഇച്ചിരി ഇച്ചിരി പാടാ. ഇതിപ്പോൾ ഇടിച്ചാണോ ആ യൂണിയൻ ടെറിട്ടറി ആയ മാഹിന്ന് അനധികൃതമായിട്ട് കടത്തുന്ന മദ്യം സീസറിന് 500 രൂപ, MH ഫുള്ളിന് 450 രൂപ. നേരെ പിടിച്ചു പോയി കഴിഞ്ഞാൽ അറബിക്കടലിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പുള്ളി എന്നോട് എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ജില്ലയിൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. അതായത് മഴയില്ലാത്ത സമയത്ത് വെയിലത്തോടെ റെയിൻകോട്ട് ഇട്ട് കിടക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ കണ്ടോ. അപ്പം നമ്മുടെ യാത്രയുടെ 10ാമത്തെ ദിവസമായിരുന്നു. ഞാൻ നമ്മുടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി നേരെ പോകേണ്ടത് വടകരയ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ ഉണ്ട് വടകരയ്ക്ക്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈകുന്നേരം ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്താം. പിന്നെ പോണ വഴിക്ക് ഇപ്പോൾ ഈ ബാഗിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്തൊക്കെയാണെങ്കിലും ഒരു വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തണം. മഴയില്ലാത്ത സമയത്ത് വെയിലത്തോടെ റെയിൻകോട്ട് ഇട്ട് കിടക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ കണ്ടോ. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ വെയിലാണല്ലോ എന്ന് വിചാരിച്ച് ഇതങ്ങ് ഊരിയിട്ടങ്ങ് നടക്കും. ഒരു 2 മിനിറ്റ് നടന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ ഒരു നല്ല മഴയങ്ങ് വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെ ബീച്ചാട്ടോ. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇനി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ സമയം പോകും. കുറേ നേരം അവിടെ വൈം വിളിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ ഇരിക്കുന്നില്ല. വീണ്ടും നമ്മൾ പതുക്കെ നടക്കുകയാണ്. എൻ്റെ സ്റ്റോറേജ് ഏത് നിമിഷവും തീരാവുന്ന ഒരവസ്ഥ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇത് എപ്പോൾ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്യാവശ്യം നല്ല കുറേ സാധനങ്ങൾ, ഹെവി ഫയൽസ് കിടപ്പുണ്ട്. ഞാനൊരു 2-3 ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഷോർട്സിൻ്റെ ആണെങ്കിലും ലോങ് വീഡിയോയുടെ ആണെങ്കിലും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറേജ് എപ്പോൾ തീരും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ജഗന്നാഥ ക്ഷേത്രം നമ്മളെ സ്വീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഉദാഹരണമാണ്. കാരണം ഇത്രയും ഒരു സമാധാനമുള്ള സ്ഥലം, ഇത്രയും പീസായിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടുത്തെ സ്വാമിയാണെങ്കിലും നമ്മളോട് അതുപോലെ സ്നേഹവും കാര്യങ്ങളും. എൻ്റെ കാല് പൊട്ടിയിട്ട് പുള്ളി തന്നെ എനിക്ക് വന്ന് കാല് തിരുമ്പി തന്ന് ഓയിൻമെൻറ്റ് വെച്ച് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്ന് ഭക്ഷണം കൊണ്ടു തന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ശുശ്രൂഷയൊക്കെ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കണം. കാരണം അത്രയ്ക്കും പ്യുവറായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്നോട് ഇന്നലെയും പറഞ്ഞു, നമ്മൾ ഒറ്റ ദിവസമേ പരിചയപ്പെട്ടുള്ളൂ, പക്ഷേ ഇത്രയും ഒരു ആത്മബന്ധം ഉണ്ടാവുമെന്ന് മനസ്സിലായി. അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കങ്ങ് ഭയങ്കര വിഷമം. ഞാൻ ഉറങ്ങി കിടക്കാൻ നേരത്ത് പുള്ളി വെളുപ്പിന് 4 മണിക്ക് അമ്പലത്തിൽ പൂജ ചെയ്യാൻ പോയി. അപ്പം ഞാൻ ഉറങ്ങി കിടക്കാൻ നേരത്ത് പുള്ളി പോയിട്ട് എൻ്റെ പേരിൽ എൻ്റെ നാളിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് പ്രസാദം കൊണ്ട് തന്ന് എൻ്റെ നെറ്റി തൊടിയിച്ച് തന്ന് അങ്ങനെയൊക്കെ ചെയ്ത്. സത്യം പറഞ്ഞാൽ നമുക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എന്നോട് പോകാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂല്ലേ, പോവില്ല എന്നൊക്കെ ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം. ഞാൻ പറഞ്ഞു നമുക്ക് ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ നമ്പറൊക്കെ പുള്ളി മേടിച്ചെടുത്തു. വിളിക്കാമെന്ന് പറഞ്ഞു. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അമ്പലത്തിലേക്ക്. പിന്നെ പുള്ളി അത്യാവശ്യം എല്ലായിടത്തോളം കറങ്ങിക്കൊണ്ട് പുള്ളിക്ക് ഗൂഗിൾ മാപ്പിനേക്കാളും അത്യാവശ്യം എല്ലാ വഴികളും കാണാപ്പാടാണ്. എന്നോട് കറക്റ്റ് പുള്ളി ഓരോ സ്പോട്ട് പറയുന്നുണ്ട്. നീ അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയാൽ അത് എനിക്ക് എളുപ്പം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയനാടും കൂടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വയനാട് നീ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു. ഇല്ല മോനെ, വയനാട് നീ പോകണ്ട, അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. വയനാട് നീ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ നിന്നെ നഷ്ടപ്പെടും, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു നെഗ്ഗായി. കാരണം നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും പോകണം. അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാണ്, അവിടെ ഉരുൾപൊട്ടൽ കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട്. നീ അത് പോയാൽ ശരിയാവില്ല, നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി, ഞാൻ റൂട്ട് തരാം, ആ റൂട്ടുകൾ നീ പോയാൽ മതി, ബാക്കിയെല്ലാം നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല, എന്തായാലും നമുക്ക് ആ റൂട്ട് കറങ്ങി തിരിഞ്ഞ് വന്നം. അപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞു എന്തായാലും പോകും. അവസാനം പുള്ളി പറഞ്ഞു നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നീ സുരക്ഷിതമായിട്ട് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിട്ടു. പുള്ളി എന്നോട് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ജില്ലയിൽ നീ പോകണ്ടെന്ന് പറഞ്ഞു. അതായത് 1 വയനാട്, 2 ഇടുക്കി, 3 പത്തനംതിട്ട. ഈ 3 ജില്ലയെ നീ പിടിക്കണ്ട, നീ ഇപ്പുറത്തെ സൈഡ് വഴി പിടിച്ചാൽ മതി. ഈ 3 ജില്ല കുറച്ച് പ്രശ്നം, അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാ ജില്ലയും കവർ ചെയ്യണമല്ലോ, പോകാണ്ടിരിക്കാനും പറ്റത്തില്ല. പുള്ളി സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ സംഭവം. ഞാൻ നടന്നു തന്നെയുണ്ട്, കുറേ പേര് അവിടെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഏരിയ ഉണ്ടോ, ആ ഏരിയ ആ കല്ലിനപ്പുറത്തേക്ക് അങ്ങോട്ട് ഫുള്ള് കടലാണേ.
കടലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ നേരെ. പിന്നെ അവിടെ കുറച്ച് ചെളിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കടലിൻ്റെ സൈഡിൽ കൂടെ. ഇതേ നമുക്ക് പിന്നെയും ഒരു ബോർഡ് കാണാം. ദേ മാഹിക്ക് 3 കിലോമീറ്റർ, കോഴിക്കോട് 64 കിലോമീറ്റർ, പിന്നെ എൻ്റെ സ്വന്തം എറണാകുളത്തേക്ക് 241 കിലോമീറ്റർ, ശബരിമലയ്ക്ക് 384 കിലോമീറ്റർ. ഉണ്ടോ കിലോമീറ്ററിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു ഉണ്ടോ. ഇനി അവസാനം ഇത് തീർന്ന് അവസാനം ലാസ്റ്റ് കന്യാകുമാരി എത്തുമ്പോൾ 1 കിലോമീറ്റർ എന്ന് കാണിക്കും. ആ ഒരു 1 കിലോമീറ്ററിന് വേണ്ടിയാണ് നമ്മൾ ഈ ബാക്കി ഇത്രയും കിലോമീറ്ററിന് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റേ കണ്ണൂർ സുന്ദരേശ്വര സ്വാമി ക്ഷേത്രത്തിലായിരുന്നേ. അപ്പോൾ അവിടുത്തെ ശാന്തി ഇറങ്ങാൻ നേരത്തെ ഇതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ട് കമ്പനിയൊക്കെ ആയി. പിന്നെ ഞാൻ പോണ വഴി കൂടെ മൊത്തം എന്നെ വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നീ എവിടെയാണ്, നീ സേഫാണോ, ഭക്ഷണം കഴിച്ചോ, എല്ലാ കാര്യങ്ങളും. നമുക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇങ്ങനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് നടന്ന് മാഹി ബ്രിഡ്ജിലേക്ക് കയറുവാണ്. അതെ ഈ പുഴയുടെ പേരെന്തോ മയ്യഴിയോ അങ്ങനെ കണ്ടാന്ന് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ എന്തോ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അതിൽ നേരെ പിടിച്ച് പോയി കഴിഞ്ഞാൽ അറബിക്കടലിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് കടല. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കടലൊന്നുമില്ല, അത് വേറെ റൂട്ട്. ഇത് നമ്മുടെ കടലുള്ള റൂട്ട്. ഇത് നമ്മൾ നേരെ പോണ റൂട്ട്. ഇങ്ങനെ ഈ പാലത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ നേരത്തെ ഇപ്പം ഞാൻ കുറേ പാലം കയറിയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ നേരത്തെ ഞാനിങ്ങനെ ആലോചിക്കും, ഈ മഴയുള്ളപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഈ ഫോൺ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ അറിയാണ്ട് കൈ തട്ടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. എന്ത് ചെയ്യാൻ, പോയതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളടുത്ത വഴി നോക്കും. അപ്പം നമ്മൾ ഒരു ലിക്കർ ഷോപ്പ് കണ്ടു കഴിഞ്ഞത് അവിടെ അടുത്ത് ഒരു ലിക്കർ ഷോപ്പ് കൂടെ ഉണ്ട്. ഇവിടെ പൊതുവെ മദ്യത്തിന് വില കുറവാണ്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. വെള്ളം കുടിക്കാനൊരു കട പോലും ഇല്ല. അതുകൊണ്ട് ഇവിടെ കയറി വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. അങ്ങോട്ട് നോക്കി, ഒറ്റ കട ഉണ്ടോന്ന് നോക്കി. കടയുണ്ട്, പക്ഷെ എല്ലാം അടച്ചിട്ടല്ലോ. അത് അവസ്ഥ മനുഷ്യൻ്റെ. ഇവിടെ മദ്യത്തിന് അത്യാവശ്യം കൊല്ലം പോകണം. ഇവിടെ മദ്യത്തിന് അത്യാവശ്യം നല്ല വിലക്കുറവാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സീസറിന് 500 രൂപ, MH ഫുള്ളിന് 450 രൂപ, ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോണേ. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ ഒന്ന് മദ്യം എടുക്കണേ. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കഴുത്തിറക്കും. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമുക്കിനി കുട ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇങ്ങോട്ട് കയറിയ പിന്നെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലാണ്. അപ്പോൾ കുട നമുക്ക് എന്തായാലും വേണം. കുട മേടിക്കാം. അപ്പോൾ നമ്മളിത് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കുട മേടിക്കാൻ പോണേ. ഓക്കെ എന്നാ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്വിച്ച് ഞെക്കിയാൽ തെറിക്കണ ഒരു കുടയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓ ഇവിടെ മുടിഞ്ഞ വെയിലാട്ടോ. കുറച്ച് നേരം നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി കഴിഞ്ഞ് AC-യിലൊക്കെ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് ജീവൻ നമുക്ക് വന്നു. പിന്നെ നമ്മൾ കയറിയപ്പോഴത്തേക്കും മേളിലത്തെ സെക്ഷനിലിറങ്ങി ഈ കുടയൊക്കെ ഇരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 ചേച്ചിമാരെ കണ്ടു. അപ്പോൾ ചേച്ചിമാർ ബാഗിൻ്റെ ആ മാപ്പൊക്കെ കണ്ടിട്ട് നീ എവിടുന്നാ എന്നെ എങ്ങോട്ടാ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് 2 പേരിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു കാസർഗോഡ് നിന്ന് ഞാൻ നടന്നിട്ടാണ് എന്നെ പറഞ്ഞു. ഈ കാസർഗോഡ് നിന്ന് നടന്നിട്ടാണോ എന്നെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി അടുത്തുണ്ടായിരുന്ന ബാക്കി സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ കാസർഗോഡ് നടന്നിട്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് പോവാന്നൊക്കെ. എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു വന്നവർ. പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചു, നമ്മുടെ സ്റ്റേയും കാര്യങ്ങൾ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, പിന്നെ അടുത്ത് ഇനി ഇവിടുന്ന് എങ്ങോട്ട് എങ്ങനെയാണ് പോണത്, സംഭവങ്ങളെല്ലാം ചോദിച്ചു. അത് നമുക്കൊരു ടാറ്റയൊക്കെ തന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ പോവാണ്. ഇടുങ്ങിയ വെയിൽ മിക്കവാറും നമ്മളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. അപ്പോൾ നമ്മുടെ മാഹിയിൽ നിന്ന്, അതായത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയ മാഹിയിൽ നിന്ന് അനധികൃതമായിട്ട് കടത്തുന്ന മദ്യം പിടിക്കാനായിട്ട് നിൽക്കുന്ന എക്സൈസ് ഓഫീസറാണ് അവർ. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൽ 3 നല്ല കിടിലൻ മനുഷ്യരാണ്, നല്ല സാർമാരാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു ഇതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അവിടെ നിന്നാണ് ഈ പോണ്ടിച്ചേരി മദ്യവും കാര്യങ്ങളൊക്കെ കടത്തുന്നത്. അപ്പോൾ നമ്മളത് പിടിച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ 58 സംതിങ് എങ്ങാണ്ടാന്ന് പറഞ്ഞു. പിന്നെ 10 വർഷം തടവും 1 ലക്ഷം രൂപ ഫൈനും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവസാനം നമുക്ക് ഒരു ഓൾ ദ ബെസ്റ്റൊക്കെ തന്നിട്ട് അവർ ബൈ പറഞ്ഞു വിട്ടു. പിന്നെ അവർ വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പിന്നെ ഒരു പ്രശ്നമാവും. കാരണം അത് അവരെ ഡ്യൂട്ടീനെ ബാധിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇത് മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ ഇവിടെയും ചെക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ വടകരയിലും വേറെ ചെക്കിംഗ് ഉണ്ട്.
അപ്പോൾ ഇതുവഴി മദ്യം കടത്തുക. നമുക്ക് വേണമെങ്കിൽ മാഹിയിലെ മദ്യം അവിടെ ഇരുന്ന് അടിക്കാം. പക്ഷേ കുറേ ആൾക്കാർ ഇവിടുന്ന് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയാണ് അവിടെ സാറുമാർ നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹൈവേയുടെ താഴെ കൂടെയാണ് നടന്നു തന്നെ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, എറണാകുളം കോഴിക്കോട് വടകര നേരെ എന്നും പറഞ്ഞ്. എന്നിട്ട് അങ്ങ് ദൂരെ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഹൈവേ വന്നവർക്ക് കാണാനായിട്ട്. അവിടെ കോഴിക്കോടേക്ക് 57 കിലോമീറ്റർ, എറണാകുളം 241 കിലോമീറ്റർ, കന്യാകുമാരി 522 കിലോമീറ്റർ. അപ്പോൾ നമുക്കിനി ഒരു 522 കിലോമീറ്റർ കൂടെ ഉള്ളൂ കന്യാകുമാരി എത്താനായിട്ട്. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കയറി. ഇപ്പോൾ നമ്മൾ പതുക്കെ ഒത്തിഞ്ഞ വെയിൽ കേട്ടോ. ഈ വെയിലത്തൊക്കെ ഈ വഴി സൈഡിലൊക്കെ നിൽക്കുന്ന കച്ചവടമൊക്കെ ചെയ്യണ ആരെങ്കിലൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നോക്കട്ടോ. ഈ വലിയ കടയിലൊക്കെ പോയി മേടിക്കാണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ വിൽക്കണേ. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുവാണെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധനം കൊടുക്കാൻ നോക്കുക. അല്ലാണ്ട് വലിയ കടയിൽ കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കാണ്ട് പറ്റുവാണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും വലിയ റോഡുണ്ടായിട്ട് നമ്മളിതേ വേറൊരു ഷോർട്ട് കട്ട് പിടിച്ച് പോവാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും, ഭൂമി ഉരുണ്ടല്ലേ. അപ്പോൾ മാഹിന്ന് നമ്മൾ നേരെ വടകരയ്ക്കുള്ള റൂട്ട് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ. അപ്പോൾ എന്നെ ഓൾറെഡി എൻ്റെ ഒരു കമ്പനിക്കാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആകാശ് പറഞ്ഞ ആളെൻ്റെ ഒരു ജൂനിയറാണ്. പക്ഷേ നമുക്ക് അനിയനെ പോലെയാണ്. അവനെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ചേട്ടാ ഈ വഴി വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോയി ഇതിൽ പോകണമെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് പോണത്. അവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട്. കാരണം ഒരു 3-4 ദിവസത്തെ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അവൻ്റെ അടുത്തേക്ക്. ഇന്നത്തെ ദിവസം ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട മേടിച്ചാണ്. കാരണം അല്ലായിരുന്നു ഈ വെയിലത്ത് ഞാൻ ബുൾസൈ ആയിരുന്നു. വെയിൽ അമ്മാതിരി ഒരു അവസ്ഥയാണിപ്പോൾ. കാരണം സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്നൊരു ദിവസം മഴ തീരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം ഇത്രയും ദിവസം ഫുള്ള് 24 മണിക്കൂറും കിടന്നുറങ്ങണ വരെ റെയിൻകോട്ട് ഇട്ടുണ്ടായിരുന്നു. അമ്മാതിരി ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പെട്ടെന്നൊരു ദിവസം മഴ പെയ്യുന്ന വെയിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഇതുപോലെ. അതായത് വെയിൽ പെയ്തുകൊണ്ടിരിക്കുവാണിത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക്, ഇപ്പം ഞാൻ പോണ വഴിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീടുണ്ടെങ്കിൽ എന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ വഴിയാണ് പാസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോകാം. കാരണം എനിക്ക് അത്യാവശ്യം ഞാൻ എല്ലാവരും എടുത്ത് പോവുകയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ പോണ റൂട്ടാണെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിൽ കണ്ടൊരു ചായ കുടിച്ച് സംസാരിച്ചിട്ട് നമുക്കങ്ങ് പോവാം. പിന്നെ അങ്ങ് പോയനത് നമ്മൾ കറക്റ്റ് സമയത്ത് പിടിച്ചോണ്ടല്ലേ അങ്ങ് പോയനത്. ആ ഇടിച്ച് അങ്ങോട്ടേക്കും മറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് ഇച്ചിരി കയറ്റാ ഇച്ചിരി പാടാ. ഇതിപ്പോ ഇടിച്ചാണോ ആ പാട്? ഓക്കെ ശരി എന്നാ. അപ്പം അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഈ ചേട്ടൻ ഇങ്ങനെ കാറിങ്ങനെ തള്ളണുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൽബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ കാറ് പതുക്കെ റിവേഴ്സ് പോയി ആ പറമ്പിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓടിച്ചെന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ കിടന്ന് ബ്രേക്കൊക്കെ ചവിട്ടാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് ഓടി വന്നങ്ങ് പിടിച്ചു. ഞാൻ പിടിച്ചിട്ട് വേഗം പുള്ളി പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വണ്ടി നീക്കാൻ പറ്റണില്ല, ഒതുക്കാൻ പറ്റണില്ല, പെട്രോൾ തീർന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗും വെച്ചിട്ട് ഞാൻ അകത്ത് കയറി വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് ഞാൻ സൈഡിലേക്ക് അങ്ങ് ഒതുക്കി കൊടുത്തു. വണ്ടി സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ടാവണമെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ പെട്രോള് തീർന്നാവാനാണ് ചാൻസ്. ഞാൻ നോക്കിയിട്ട് അതാണ് കണ്ടത്. ഇനിയിപ്പോൾ പുള്ളി പെട്രോൾ മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ പുള്ളീനെ സഹായിക്കാൻ ഒരു നിർത്തിയില്ല. കാരണം എൻ്റെ വണ്ടിയില്ലല്ലോ, നമ്മൾ നടന്നല്ലേ പോണേ. അപ്പോൾ പുള്ളി ഇവിടെ അടുത്ത ബസ്സിന് പൊക്കോളാൻ പോയി മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്സാട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നേരെ ആ പറമ്പിലേക്ക് അങ്ങ് പോയേനെ. കാരണം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ വണ്ടി തിരിച്ച് കയറ്റാൻ പറ്റത്തില്ല, ടാസ്ക്കാണ്. അവിടെയാണെങ്കിൽ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടിച്ചറിഞ്ഞ് തീരുമാനമായേനെ. നമ്മൾ ഹൈവേന്ന് കട്ട് ചെയ്ത് നേരെ അതേ ഈ റോഡിലേക്ക് കയറുവാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. സത്യം പറഞ്ഞാൽ ഈ മരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഇതുപോലത്തെ തണൽ മരം ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചോട്ടിൽ കൂടെ പോകുമ്പോൾ എന്ത് ആശ്വാസമാണെന്നറിയോ. കാരണം വെയിലും അടിക്കത്തില്ല, മഴയുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് അധികം അങ്ങനെ നനയത്തുമില്ല, ആ ഒരു രീതിയിലങ്ങ് പോവും. സീൻ സ്ഥലം ഒരു രക്ഷിത. വല്ലതും കിട്ടിയോ? കാണിച്ച് കാണിക്കും. ഇതെന്ത് മീനത്? എന്ത് മീനത്? പേരറിയില്ല. ചെറുതായിട്ട്, വലിയായിട്ടല്ല ചെറുതായിട്ട്. എടാ വണ്ടി വരും കേട്ടോ, നോക്കണേ. ഇതിന് നടുക്കൊന്നും ഒന്ന് ഇറങ്ങി ഒന്ന് പിടിക്കില്ല കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒന്ന് പിടിക്കാളെ.
റോഡിൻ്റെ നടുക്ക് നിന്ന് മീൻ പിടിക്കണം. ഇവന്മാരൊക്കെ സമ്മതിക്കണം. ഏതാ റേഞ്ച് എന്ന് പറഞ്ഞു. ഞാൻ നടന്നു വരുമെന്ന് പറഞ്ഞിട്ട് റെഡ് വിരിയൊക്കെ വിരിച്ചിട്ടുണ്ട് അവിടെ. ഏതാ രാജകീയ സ്വീകരണമൊക്കെ. കുറച്ച് പുഷ്പവൃഷ്ടിയും കൂടെ നടത്താറുന്നു. ഏകദേശം അവൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ ഇടയ്ക്ക് പണി നിന്നുകൊണ്ടിരിക്കുക. ഫോൺ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ള് കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്ക് പഴയ വീഡിയോ ഒക്കെ സാധനമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കുറച്ച് സ്പേസൊക്കെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അവനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ വെയിലൊന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വീടിനടുത്തുള്ള ഒരു കുളത്തിലേക്ക് പോയി കുളിക്കാനായിട്ട്. നല്ല കിടിലൻ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇത്രയും ഒരു ഐസ് വെള്ളം, അതും ഈ ഒരു ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഇവിടെ മാത്രമേ കാണുള്ളൂ. സ്റ്റോറേജിൻ്റെ പരിമിതി മൂലം അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ തീർക്കുവാണ്. അപ്പോൾ ഓക്കെ, ബൈ.